പജിന്റെ നെഞ്ച് കജുമലായാൽ എന്താക്കും 501 ബാർ സോപ്പുണ്ട് ഞാൻ കേക്കും. ചക്കൻ്റെ വളഞ്ഞ് ചുണ്ടുമലായാൽ എന്താക്കും ചിമ്മിനിയെടുത്ത് ചുണ്ടുമലാക്കി ഞാൻ പോക്കും. ഇദ്ദേഹമാണ് എന്താക്കും എന്ന് പറഞ്ഞ ആ വർക്കിലെ പജിൻ്റെ നെഞ്ച് എന്ന് പറയുന്ന പാട്ട് എഴുതിയത്. അങ്ങനെ 8 മിനിറ്റ് ഞാൻ പറയട്ടെ, ഞാൻ പരിചയപ്പെടുത്തിട്ട് ഓക്കെ. പറഞ്ഞോളി. ഇദ്ദേഹത്തിൻ്റെ പേര് ഷംസുദ്ദീൻ ടി.കെ. ചക്കങ്കടവെന്നാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് എന്താക്കും മുതൽ ആനമാട് സംസു ആക്കിയിരിക്കണം. ഇപ്പോൾ എൻ്റെ ചക്കങ്കോട് ഒഴിവാക്കി ഒക്കെ ഒഴിവാക്കിയിരിക്കണം. ഇപ്പോൾ ആനമാട് ഷംസു എന്ന് കേൾക്കുമ്പോൾ ഒരു ലുക്ക് ഉണ്ടല്ലോ, കേൾക്കുമ്പോൾ ഒരു പഞ്ചുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ മാറ്റിയതാണ് മൂപ്പര് അനുവാദത്താൽ. അതിൻ്റെ പിന്നിലൊരു കഥയും കൂടെ ഉണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. എന്താക്കും എന്ന് പറയുന്ന വർക്ക് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാ വെച്ചാൽ ഞാൻ പറയാം. കാരണം നിങ്ങൾ വാട്സപ്പിൽ 4 വരി പാടിട്ടെന്നെനിക്ക് പജിൻ്റെ നെഞ്ച് കജ്ജിമ്മലായാലും എന്താക്കൂ 501 ബാർ സോപ്പ് കൊണ്ട് ഞാൻ തേക്കുന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞെന്താ സംസുക്ക നിങ്ങൾ ബാക്കി ഒന്ന് എഴുതി ചേർത്തിന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണോ? നിങ്ങൾ പാട്ടെഴുത്താരനല്ലേ. പെട്ടെന്ന് എവിടെയോ ഏതോ സ്റ്റേജ് ഷോയ്ക്ക് എന്തിനോ നിൽക്കുന്ന സമയത്ത് ആ ഒരു വാക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്ത് കിട്ടിയാലും മൂപ്പർക്ക് വാട്സപ്പ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ മൂപ്പർക്ക് പജിൻ്റെ നെഞ്ച് കജ്ജിമലായാൽ എന്താക്കും എന്ന് പറഞ്ഞിട്ട് എവിടെയും അവസാനത്തിൽ എന്താക്കും എന്നുള്ള വാക്ക് വന്നിട്ടുള്ള പാട്ട് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വയനാടേക്കുള്ള യാത്രയിൽ പ്രോഗ്രാമിന് പോകുമ്പോഴൊക്കെ എൻ്റെ കൂടെ ഇങ്ങനെ ജമ്പനും തുമ്പനും പോലെ ഉണ്ടാവും. കാരണം മൂപ്പര് ഇങ്ങനെ എന്താക്കും 2 വരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂടി തരും. മൂടി തരുന്ന സമയത്ത് ഞാൻ കൊട്ടു. അങ്ങനെ അതിൽ വേണ്ട വരികളൊക്കെ എന്താക്കി നമ്മൾ രണ്ടാളും തന്നെ ഷെയർ ചെയ്തിരിക്കണത്. സത്യത്തിൽ നമ്മൾ 2 പാട്ടാണ് ആ പാട്ടിന് വേണ്ടി എഴുതിയല്ലേ. 2-3 പാട്ട് എടുത്തിട്ടാണ് നമ്മൾ 2 പാട്ടാക്കിയത്. ഈ 2 പാട്ടും ഒഴിവാക്കിയിട്ട് ഒരു പാട്ടിലേക്ക് ആക്കിയത്. ഞാൻ സത്യത്തിൽ ഷംസുഖിൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടില്ല. ഷംസുഖിനോട് 2 പാട്ട് എഴുതാൻ പറഞ്ഞ്, എന്നിട്ട് നമ്മളതിന് ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് നമ്മൾ റാപ്പാക്കി സെലക്ട് ചെയ്ത് ഒരു പാട്ട് മെയിൻ സോങ് ആയിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഒരുപാട് വർഷമായിട്ട് പഴയ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പറയണ്. എന്ത് പറയുന്നല്ല. കാരണം നിലക്കാത്ത ബാങ്കോലി എന്നുള്ളൊരു പാട്ട് ഞാൻ ആദ്യമായിട്ട് പടച്ചോനെ സാക്ഷി എടുത്തിട്ട് ബിലാൽ എന്നവരെ പറ്റിയിട്ട് എഴുതിയ പാട്ടാണ്. അത് നമ്മുടെ ആത്മസുഹൃത്ത് നമ്മളെ കല്ലായിപ്പാലം പാട്ട് എഴുതിയ മുജീബ് ഓംപ്രെ കൊണ്ട് ഞാനത് പാടിച്ചത്. പാലം പൊന്നാക്കി തന്നാലും പെണ്ണ് നിന്നെ മറക്കില്ല ഞാൻ. ഈ പാട്ട് പാടിയ കല്ലായിപ്പാലം മുജീബിക്ക നമ്മുടെ 2 പേരുടെയും നല്ലൊരു സുഹൃത്താണ്. ആ ഒരു പാട്ടോട് മാത്രം മുജീബിനെ പറ്റി 2 പേര് 2 വാക്ക് പറയട്ടെ. അദ്ദേഹത്തിന് എന്താ പറയുക, ഒരുപാട് എൻ്റെ വീടിനടുത്ത് തന്നെയാണ് മൂപ്പരുടെ സ്വദേശം. ഒരു പാട്ടുകാരൻ എന്നതിലുപരി ഒരുപാട് ഇഷ്ടമുള്ള ഒരു സഹോദരന് തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനൊക്കെ പാട്ട് എഴുതി. പക്ഷേ വേറൊരു കാര്യം പറഞ്ഞു ഭായി, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് അവസരങ്ങളും വേദികളും ഉണ്ടാക്കി തന്ന എൻ്റെ സുഹൃത്താണ് മുജീബ്. തീർച്ചയായിട്ടും. കാരണം ഈ മൈക്ക് പിടിച്ചിട്ട് ഫസ്റ്റിൽ ഞാൻ പാടാനും എന്നെക്കൊണ്ട് പാടിക്കുന്നതും നെയ്നാവളപ്പ് സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ കല്യാണത്തിന് പോയിട്ടാണ്. അവിടെ നിന്നോട് മുജീബൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്, ഷംസുഭായി നിങ്ങൾ ആദ്യം പാടാൻ വേണ്ടി പോണത് തീക്കനലാണെന്ന്. അവിടെ നിന്നാണ് ഞാൻ കത്തുന്ന കർബാല ഭൂമി കാരഞ്ഞിടുന്നേ കഥയതു കണ്ട് കാറ്റും കാടൽ പോലും സ്തംഭിച്ച് നിന്നിടുന്നേ. ഈ പാട്ട് പകുതി ആവുമ്പോൾ, അതായത് മുജീബ് അപ്പം അവിടെ നിന്ന് എന്താക്കി ശേഷം വിട്ടു നിൽക്കണേ. ഞാൻ സ്ട്രോങ് ആയിട്ട് പറയുന്നത് എന്തിനാ? അല്ല, എനിക്ക് മുജീബിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ജിലുഭായി എല്ലാം പറഞ്ഞാൽ ആയിക്കോട്ടെ. അങ്ങനെ മുജീബ് കയറി വരാൻ നിങ്ങൾ കേൾക്കണുണ്ടല്ലോ ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും ആ പാട്ട് നമ്മൾ എഴുതി. ഇദ്ദേഹത്തിൻ്റെ പേര് ഷംസുദ്ദീൻ ടി.കെ. ചക്കങ്കടവ് എന്നുള്ളത് നമ്മൾ ആനമാട് ഷംസു എന്നാക്കി. ഇത് ഞാൻ ആക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മൂപ്പരുടെ വാപ്പ, മൂപ്പരുടെ ഉപ്പ, ആ എന്താ പറയുക മനുഷ്യൻ ആദ്യമായിട്ട് ഇവരുടെ നാട്ടിൽ ഒരു ആനയെ കൊണ്ടുവന്ന് കെട്ടി. അതായത് കോഴിക്കോട് ചക്കങ്കടവിനടുത്ത് ഇന്ന് ആനമാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആനയെ കൊണ്ടുവന്ന് കെട്ടിയതിന് ശേഷം ആളുകൾ ആ സ്ഥലത്തിൽ ആനമാട് എന്ന് പേരിട്ട് എന്ന് മൂപ്പറിൻ്റെ അടുത്ത് എപ്പോഴോ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് പറഞ്ഞപ്പോൾ അതെനിക്ക് ക്യാച്ച് ചെയ്തു. അല്ല, അത് പറയാൻ കാരണം എന്താ വെച്ചാൽ പ്രായമുള്ള വ്യക്തികൾ എന്നെ എപ്പോഴും കാണുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ തൈക്കണ്ടിക്കാരാണ്, നിങ്ങൾ തറവാട് തൈക്കണ്ടിയാണ്. പക്ഷേ ഈ ആനമാടിൻ്റെ പേര് വരാൻ എൻ്റെ അപ്പ, എൻ്റെ വല്യപ്പ, എൻ്റെ മൂത്താപ്പ, എൻ്റെ ആൾക്കാർ വന്നതിന് ശേഷമാണ് ഈ പറമ്പിൽ ആനമാടിന് പേര് വന്നത്. അതിൻ്റെ കാരണം എൻ്റെ വല്യപ്പ ആനനെ കൊണ്ടുപോയി കെട്ടലും എൻ്റെ വാപ്പ ആനപ്പാപ്പാനും ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ ഈ പേര് മാറ്റിയപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് മൂപ്പര് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആനമാട് എന്നുള്ള സ്ഥലം നാട്ടുകാരിട്ട പേരാണ്, നിങ്ങളെ വാപ്പൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പേരിടിപ്പോൾ. നമ്മൾ വലിയ പാട്ടുകാരനോ വലിയ എഴുത്താരോ ഒന്നും അല്ല, പക്ഷെ എന്നാലും നമുക്കിഷ്ടമുള്ളത് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അതിൽ മൂപ്പര് എനിക്ക് സമ്മതം തന്നു. ഇപ്പം ഞാൻ ആ നാട്ടിൽ താമസിച്ച ആളാണ്.
പിന്നെ അവിടെയുള്ളവരൊക്കെ എനിക്കറിയാം, എന്നെ അവിടെയുള്ളവർക്ക് അറിയാം. മൂപ്പർ അവിടുത്തെ മിനി മമ്മൂട്ടിയാണ്, അറിയാത്തതായിട്ട് ആരുമില്ല. മമ്മൂട്ടിയല്ല, ദുൽഖർ സൽമാൻ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് സംഗീതം ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ പാടിയിട്ടുണ്ടെങ്കിൽ, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ജലാലിൻ്റെയും ഇന്ത്യയും മേന്മല്ല. ഇത് പടച്ച തമ്പുരാൻ നമുക്ക് തന്ന സൃഷ്ടിയാണ്, നമുക്ക് തന്ന കഴിവാണ്. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചെയ്ത ഒരു വർക്ക്, അത് നമ്മൾ ആദ്യം ഇറക്കാൻ പ്ലാനിട്ട പാട്ട് വേറെയാണ്, ഇപ്പോഴും അത് ഇറക്കിയിട്ടില്ല. അങ്ങനെയാണ് ഈ എന്താക്കും ഇറക്കുന്നത്. പിന്നെ ഈ ഒരു പാട്ടിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വൈറലാവുക അല്ലെങ്കിൽ അത് ഹിറ്റാവുക എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല, അത് ഇറക്കുക എന്നുള്ളതാണ്. പക്ഷേ ചെറിയ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പാട്ടായിട്ട് തോന്നി, കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നണം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു റാപ്പായിട്ട് പാടിയ ഒരു പോർഷനാണ്. ഓളും വേണ്ട ഒലക്കേം വേണ്ട സ്നേഹം അടുത്തല്ലോ, ഓളക്കാളും മൊഞ്ചുള്ളോള് വയ്യിൽ വരുമല്ലോ, ABCD പറയാൻ പോലും നിച്ചമില്ലല്ലോ, ഐ ലവ് യു എന്ന് പറയാൻ പോലും ധൈര്യമില്ലല്ലോ, പണ്ടത്തെ കാലത്തെ പ്രേമങ്ങളൊക്കെ എന്തൊരു ചേലാണ്, ഇന്നത്തെ കാലത്തെ പ്രേമങ്ങളൊക്കെ എന്ത് ഹലാക്കാണ്. ഈ പാട്ട് കണ്ടപ്പോൾ ഇൻസ്റ്റാഗ്രാമിനകത്തൊരു ഇൻസ്റ്റാഗ്രാമിനകത്തൊരു സഹോദരി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കാലത്തെ പ്രേമങ്ങളൊക്കെ എന്ത് ഹലാക്കാണ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റിനോട്, ആ ഒരു വാക്കിനോട് യോജിക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യമായിരിക്കാം. ഈ ഒരു കാലത്തും പരിശുദ്ധമായിട്ടുള്ള പ്രേമം നടക്കുന്നുണ്ടാവും, സത്യമായിട്ടുള്ള പ്രേമങ്ങൾ നടക്കുന്നുണ്ടാവും, കല്യാണം നടക്കുന്നുണ്ടാവും, ജീവിതമൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ ആ പാട്ടിനകത്ത് നമ്മൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. ഒരു 5 മിനിറ്റിൽ തീർക്കേണ്ട ഒരു പാട്ടായതുകൊണ്ട് അവസാനം ആ ഒരു കമൻറ്റിൽ തന്നെ വേറൊരു സാധനമുണ്ട്. ഞാൻ കനവിൽ കണ്ടൊരു സുന്ദരി എന്നും അവളാണേ, കാണും നേരം മോറ് മറിച്ചൊരു പോക്കാണേ, നാരങ്ങച്ചോള മുട്ടായി നമ്മൾ വാങ്ങിക്കൊടുത്തല്ലോ. ആ നാരങ്ങ മുട്ടായി ഒക്കെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ തിരിച്ചു വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഒരു കുപ്പിയിലാക്കിയിട്ട്. പണ്ട് നമ്മൾ തിന്നിട്ടുള്ള ആ ചക്ര മുട്ടായി, നാരങ്ങ മുട്ടായി, എന്താ അലുജ്യോതിൻ്റെ പല്ലുമലൊട്ടി, അങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇദ്ദേഹമാണ് ആ എന്താക്കുമെന്നുള്ള പാട്ട് എഴുതിയത്. പിന്നെ ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മളതിൻ്റെ വിഷ്വൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് മേഖലകളിൽ ഇദ്ദേഹം ഓൾറൗണ്ടായിട്ട് മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് സഹായം എത്തിക്കുകയും ഒരു വെറൈറ്റി മനുഷ്യനാണ്. എൻ്റെ കൂടെ എല്ലാ പരിപാടിയിലും എന്നോടൊപ്പം ഉണ്ടാവും. ഫ്രീയുള്ള സമയത്തൊക്കെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ വീഡിയോ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഞാനിപ്പോൾ എഴുതിയ എന്താക്കും, കാരണം ആ ഒരു സാധനം നിങ്ങൾ സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനത് എഴുതിയത്. പിന്നെ നമുക്ക് നിങ്ങളത് തീരുമാനിക്കേണ്ടത്, ചെയ്യണോ, നിങ്ങൾ പുറത്തിറക്കാതെ വെക്കണോ, അത് നിങ്ങൾ സ്വീകരിക്കുമെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഷംസുഖ് ഇപ്പോൾ താമസിക്കുന്നത് കുറ്റിക്കാട്ടൂരാണ്. ചക്കകടമാണ് ഷംസുഖിൻ്റെ സ്വദേശം. ഷംസുഖിൻ്റെ ഉമ്മയും താത്തമാരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരാണ്, പ്രത്യേകിച്ച് എന്നോട്. അപ്പോൾ എന്തായാലും ഈ ഒരു കലാകാരന് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ, എനിക്ക് വേണ്ടി എഴുതിയ പാട്ടുകളല്ലാതെ ബാക്കിയുള്ള പാട്ടുകളൊക്കെ കണ്ടാലും കേട്ടാലും ഒക്കെ ഇഷ്ടപ്പെടണം, പ്രോത്സാഹിപ്പിക്കണം. അപ്പം എന്തായാലും ഈ ഒരു സുഹൃത്തിനെ ഇങ്ങനെ പരിചയപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. കുറേ കാലമായിട്ട് വൈത്താലടക്കാണ് ഇന്നൊന്നും പരിചയപ്പെടുത്താറുണ്ട്, നിവൃത്തിയില്ലാത്തതുകൊണ്ട്. അങ്ങനെയല്ല, പരിചയപ്പെടുത്താന്ന് പറയുമ്പോൾ എല്ലാവരും ആശീർവാദം എടുക്കുന്ന സംശയമാണ്. ചോറക്കാൻ വേണ്ടി പോകുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇദ്ദേഹം പിന്നെ ആശേരിയാണ്, പിന്നെ ബിരിയാണി വെക്കാൻ പോകുന്ന ആളാണ്, പിന്നെന്താ ടൈലർ ഷോപ്പ് അടിച്ച ടൈലറിങ് ആണ്, പിന്നെ മെഡിക്കൽ കോളേജിൽ അത്യാവശ്യം എന്താ പറയുക എല്ലാ സഹായമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ എവിടെന്നെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ മൂപ്പർക്കൊരു ഹായ് കൊടുക്കണം. അപ്പം മൂപ്പരുടെ നല്ല നല്ല പാട്ടുകൾ ഇനിയും വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മൂപ്പർ എഴുതിയ അടുത്ത പാട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ രണ്ടുപേരും വീണ്ടും വരും. അപ്പോൾ എന്തായാലും നല്ല കമൻറ്റും ഷെയറും പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഷംസുദ്ദീൻ TK ചക്കങ്കടം എന്ന് പറയുന്ന ആനവാട് ഷംസുവിൻ്റെ ഈ ഒരു പാട്ട്, ഞാൻ പാടിയിട്ടുള്ള പാട്ട് നിങ്ങൾ ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് ഈ ഒരു പരിപാടി ഇവിടെ ക്ലോസ് ചെയ്യട്ടെ. എന്തേ പറയണ്ട? ഒന്നും പറയില്ല. ഞാൻ എഴുതുന്ന വർക്കുകളൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാവരും സ്വീകരിക്കും. ഇതാണ് പരിപാടിയാ. ആ പാട്ട് ഞാൻ എഴുതിക്കൊണ്ടേ ഇരിക്കില്ല, അത് മറ്റുള്ളവർ പാടിയാലും പോലെ നിർത്തലും പോലെ എൻ്റെ മരണം വരെ ഒരു ബുക്ക് നിറച്ചും പാട്ടുകളാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സ്വീകരിക്കുന്ന ഒരു വിശ്വാസത്തോടെ ഒരു പാട്ട് പാടി ഒരു പാട്ട് പാടി നിർത്താല്ലേ? പരലോകത്തെ യാത്ര മുജീബ് പാടിയ പച്ച പാട്ടാണ്. ഒരു മിനിറ്റ് നിങ്ങൾ പാടി, എനിക്ക് അറിയില്ല കറക്റ്റ്. നിങ്ങൾ പാടിക്കോളി, നിങ്ങൾക്ക് പാടാൻ. നിങ്ങൾ മൂഡില്ലാണ്ടാകരുത്. എൻ്റെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ മൂപ്പരപ്പോൾ ടെൻഷൻ അടിപ്പിക്കുക.
അല്ല, അതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളൊരു ജീവിതത്തിലുണ്ടാവും, ഇപ്പം വേണ്ട. അത് ഞങ്ങൾ രണ്ടുപേരും പാടി. നിങ്ങൾ പാടുകൂടി. കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴ കല്ലാണ്, അടുത്ത പാട്ട്. മനസ്സിൽ നിറയും ജലാല് വന്നിക്കണ്, എന്നെ അഭിമുഖം ചെയ്തിക്കണ്, ഞമ്മള് കസലമലിരുന്നിക്കണ്, മൂപ്പര് ചോദ്യങ്ങൾ ചോദിച്ചിക്കണ്, പാടാനും പറഞ്ഞിക്കണ്, ഞമ്മളെ ബാക്കിലിരുന്നിക്കണ്, മൂപ്പരുക്കണ് വെച്ച് പാടിക്കണ്, ഞമ്മളെ അന്നം മുടക്കാൻ നോക്കിക്കണ്, കൈമെട്ടിട്ടിങ്ങനെ ഇരുന്നിക്കണ്, ഞമ്മക്ക് ദേഷ്യം വന്നിക്കണ്, അങ്ങനെ പജിൻ്റെ നെജ്ജ് കയ്യമ്മലായിക്കണ്, പജിൻ്റെ നെജ്ജ് കജ്ജമ്മലായാൽ എന്താക്കും, 501 ബാർ സോപ്പ് കൊണ്ട് ഞാൻ തേക്കും, സോപ്പ് വാങ്ങാൻ കായില്ല ഞാൻ എന്താക്കും, പൈപ്പിൻ്റെ ഒട്ടിലെ സോപ്പ് എടുത്ത് ഞാൻ തേക്കും. തെറ്റിയിട്ട് ഞങ്ങൾ പാടി. പൈപ്പിൻ്റെ ഒട്ടിലെ സോപ്പ് എടുത്തിട്ട് ഞാൻ തേക്കെ. അയ്യോ, ഓർമ്മ ഉണ്ടാവില്ലല്ലേ? പാട്ട് എഴുതി ഞങ്ങളാണ്, തെറ്റിക്കാൻ പാടില്ലല്ലോ. അല്ല, കുഴപ്പമില്ല. എന്താ എന്തിനാണ് തെറ്റിക്കണേ? മറ്റുള്ളവർ അത് ശരിയാക്കി പാടിക്കോളും, അതിനാണല്ലോ നമ്മൾ തെറ്റിച്ച് പാടുന്നത്. അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പാട്ട് എഴുതിക്കാലോ. എന്നാലും അല്ല, ഒരു പാടില്ല, ഞാൻ എഴുതിയ പാട്ട് ഞാൻ തെറ്റി. അപ്പൊ എന്തായാലും ഷംസുദ്ദീൻ TK ചക്കങ്കടവ്, സോറി, ആനമാട് സംസുദ്ദീൻ, ആനവാട് ഷംസുവിനെ പരിചയപ്പെടുത്തുന്ന ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നമുക്ക് ഷംസുക്ക് എഴുതിയ അടുത്ത പാട്ടിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും. സെറ്റ്. അതുവരേക്കും നമസ്കാരം. സ്വാമി ഷംസുദ്ദീൻ ആനന്ദ.